ഹായ് ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ +2 ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു പ്രയാസമുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതാണ് ആ ചാപ്റ്റർ? യെസ്, ചാപ്റ്റർ 5 ആണല്ലേ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കിന്ന് വേഗം ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകാം, ഒട്ടും സമയം കളയണ്ട. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പുറകെ കാണുന്ന ആളെയാണല്ലേ ഓർമ്മ വരുന്നത്, നമ്മുടെ DNA, ആ ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ഓർമ്മ വരുന്നത്. അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസംസിലുമുള്ള ജനറ്റിക് മെറ്റീരിയലാണ് എന്ത്? DNA എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസംസ് എന്ന് പറയുമ്പം എല്ലാവരിലും DNA അല്ല അല്ലേ, ചില വൈറസുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ RNA നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസിൽ നമുക്ക് DNA കാണാനായിട്ട് പറ്റുക. അപ്പോൾ DNA ആരാണ് മക്കളെ കണ്ടുപിടിച്ചത്? ഫ്രെഡറിക് മെഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് DNA കണ്ടുപിടിച്ചത്. ആൻഡ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നമ്മൾ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം DNA എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെയുള്ള ആളാണ് നമ്മുടെ RNA എന്ന് പറയുന്നത്. എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ DNAയും RNAയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ? ഈ DNA എന്ന് പറയുന്ന ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണല്ലേ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ്. ഇത് കുറേ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ്, പോളിന്യൂക്ലിയോടൈഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരുപാട് ന്യൂക്ലിയോടൈഡുകളുണ്ട്, മോർ ദാൻ 1 ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അപ്പം ഈ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് അറിയോ മക്കൾക്ക്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അതിനൊരു പിക്ചർ കാണാം. അതായത് നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, കണ്ടോ? ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഒരു റൈബോ ഷുഗർ ഉണ്ട്. ആൻഡ് എന്തും കൂടെ ഉണ്ട്? ഒരു നൈട്രജൻ ബേസും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 യൂണിറ്റുകൾ കൂടെ ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഒരു നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ചേർന്നാണ് ആരായിട്ട് മാറുക? പോളിന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോളിന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഒരു നൈട്രജൻ ബേസസ് ഉണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ ഈ നൈട്രജൻ ബേസസ് ആരൊക്കെയാണ്? നമ്മുടെ പ്യൂരിൻസും പിരമിഡിൻസും ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. അപ്പോൾ പ്യൂരിൻസിൽ ആരൊക്കെയാണ് വരുന്നത് മക്കളെ? ഓക്കെ, അഡിനിനും ഗുവാനിനുമാണ് നമ്മുടെ പ്യൂരിൻസിൽ വരുന്നത്. നമ്മൾ AG എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവർ അല്ലേ. സിൽവർ പ്യുവർ ആണ് എന്ന് ഓർത്താൽ നമുക്ക് പ്യൂരിൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ പിരമിഡിൻസിൽ വരുന്ന ആരൊക്കെയാണ്? അപ്പോൾ സൈറ്റോസിനും തൈമിനുമാണ് നമുക്ക് പിരമിഡിൻസിൽ വരുന്നത് DNA കേസ് എടുക്കുമ്പോൾ. ഇനി RNAയിലാണെങ്കിലോ സൈറ്റോസിനും യുറാസിലുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമുക്ക് പിരമിഡിൻസിലും പ്യൂരിൻസിലും വരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫേറ്റും ഈ ഷുഗറുമാണ്. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൻ്റെ കൂടെ ആരും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്? നമ്മുടെ നൈട്രജൻ ബേസും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അതായത് പ്യൂരിൻസും പിരമിഡിൻസും ജോയിൻ ചെയ്യുന്നതാണ്. അത് കുറച്ച് ഉള്ളിലോട്ടായിട്ട്, കുറച്ച് അകത്തോട്ടായിട്ടാണ് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് എവിടെ നമുക്ക് കിട്ടുക? ന്യൂക്ലിയോടൈഡിൽ കിട്ടുക. അപ്പം മക്കൾ ന്യൂക്ലിയോസൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും നമുക്ക് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? ന്യൂക്ലിയോസൈഡായി. അപ്പോൾ ഇതാണ് ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മളൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ തന്നെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതെന്താ? നേരത്തെ നമ്മൾ ഇത്രയും മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. കാരണം എന്താ മക്കളെ? DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അകത്തോട്ടായിട്ടാണ് നമ്മുടെ നൈട്രജൻ ബേസുകൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ ബേസുകൾക്കുള്ളിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടുകളാണ് നമ്മൾ ഈ വരയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് നോക്കിയാൽ ഈ Cയും Gയും, അതായത് സൈറ്റോസിനും ഗുവാനിനും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ എത്ര എണ്ണമാണ് ഇവിടെ കാണുന്നത്? വരച്ച് വെച്ചിട്ടില്ലേ? 3 എണ്ണമാണ്. ആൻഡ് നമുക്ക് അഡിനിനെയും തൈമിനെയും എടുക്കുകയാണെങ്കിൽ എത്രയുണ്ട്? നമുക്ക് അഡിനിനും തൈമിനും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ 2 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗുവാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. സെയിം ഫാമിലിയിലുള്ളവർ തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുന്നത്
പ്യൂരിൻസും പിരമിഡിൻസും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA പോകുന്നത്. നമുക്കറിയാം DNA ഇങ്ങനെ ഒരു ചുറ്റുഗോവണി മാതൃക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ അല്ലേ നമ്മുടെ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലാണ് DNA ഇരിക്കുന്നത്. ആൻഡ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത് ആരാണ്? വാട്സണും ക്രിക്കുമാണ്. അതായത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഇവരുടെയാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. എന്തിൻ്റെ ബേസിലാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നോളജി, ആ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്ത് കണ്ടുപിടിച്ചത്? ഈ DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് എന്ന് കണ്ടുപിടിച്ചത്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് കാണാൻ പറ്റും. അതായത് നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള കോംപ്ലിമെൻ്ററി പെയറിങ് കാണാൻ പറ്റും. അതായത് നമ്മുടെ പ്യൂരിൻസ് പിരമിഡിൻസും ആയിട്ടാണല്ലോ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കോംപ്ലിമെൻ്ററി പെയറിങ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ആണ്. ആൻഡ് ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യുന്നത് അഡിനിനും തൈമിനും തമ്മിലും അതുപോലെ തന്നെ ഗുവാനിനും സൈറ്റോസിനും തമ്മിലുമാണ്. ആൻഡ് ഓൾസോ നമുക്ക് അവിടെ 2 ഡയറക്ഷൻസ് കാണാൻ പറ്റും അല്ലേ, 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആൻറ്റി പാരലൽ പൊളാരിറ്റിയിലാണ്. അതായത് ഒരു സ്ട്രാൻഡ് 5' to 3' ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് 3' to 5' ആണ്. അതായത് ആൻറ്റി പാരലൽ ആയിട്ടാണ് നമുക്കിവിടെ സ്ട്രാൻഡ്സിനെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഇതൊരു കോയിൽഡ് സ്ട്രക്ചറാണ്, റൈറ്റ് ഹാൻഡഡ് കോയിലിംഗ്. അതായത് നമ്മുടെ വലതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞുള്ള ആ ഒരു കോയിലിംഗ് സ്ട്രക്ചറാണ് കാണുന്നത്. ആൻഡ് നമ്മൾ ഓരോ ബേസ് പെയറിന് ഇടയിലും ആ ഒരു ബോണ്ടിന് ഇടയിലുള്ളതിനെയാണ് നമ്മൾ ബേസ് പെയർസ് എന്ന് വിളിക്കുന്നത്. ഓരോ ബോണ്ട് ഫോം ചെയ്തതിനെയാണ് ബേസ് പെയർ എന്ന് വിളിക്കുന്നത്. ആ ബേസ് പെയറുകളുടെ ഇടയിലുള്ള ലെങ്ത് ഒക്കെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എത്രയാണ്? 3.4 ആംസ്ട്രോങ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടലി ഒരു പിച്ചിൻ്റെ 34 ആംസ്ട്രോങ് ആണെന്നും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്കാണ് പോകുന്നത്, വിച്ച് ഈസ് സെൻട്രൽ ഡോഗ്മ അല്ലേ. സെൻട്രൽ ഡോഗ്മ മക്കളെല്ലാവരും കേട്ടിട്ടില്ലേ? സെൻട്രൽ ഡോഗ്മ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ DNA-യിൽ നിന്നും RNA ഉണ്ടാവുന്നു, RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ ഒരു ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ? ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഫ്ലോ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA to RNA അല്ലെങ്കിൽ DNA to mRNA ആൻഡ് mRNA to പ്രോട്ടീൻ എന്നുള്ളതാണ് നമുക്ക് സെൻട്രൽ ഡോഗ്മ എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഡോഗ്മയിൽ നമുക്ക് ഈ ഒരു പിക്ചർ അല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ DNA എന്ന് എഴുതിയിട്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ DNA-യിൽ നിന്നാണ് എന്തുണ്ടാവുക? mRNA ഉണ്ടാവുന്നത്. mRNA ഉണ്ടാവുന്നതിന് നമ്മൾ എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ഈ mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവുന്നു, പ്രോട്ടീൻ. ആൻഡ് പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പോൾ DNA to DNA ആൻഡ് DNA to mRNA, mRNA to പ്രോട്ടീൻ. ഇതാണ് നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് എന്താണെന്ന് നോക്കാം. ഒട്ടും സംശയം വേണ്ട. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ തിരിച്ചു വരും, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ DNA-യിൽ നിന്നും mRNA ഉണ്ടായി, അതിന് പകരമായിട്ട് എന്താ ചെയ്യുന്നത്? mRNA-യിൽ നിന്നും തിരിച്ച് DNA ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ വൈറസുകളുണ്ട് അല്ലേ. അവരെയാണ് നമ്മൾ റിട്രോ വൈറസുകൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ HIV വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അടുത്തായിട്ട് മൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. നമുക്കറിയാം DNA എന്ന് പറയുന്ന ആ ഒരു സംഭവം, DNA-യുടെ പാക്കേജിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ DNA എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ലെങ്തിയാണ്. ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട് 2.2 മീറ്റർ ലെങ്ത് ഉണ്ട് നമ്മുടെ DNA-ക്ക്. അതായത് ഒരു സെല്ലിലെ DNA-ക്ക് 2.2 മീറ്റർ ലെങ്ത് ഉണ്ട്. പക്ഷെ നമ്മുടെ സെല്ലിൻ്റെ ഒരു അളവ് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഒരു പെരിമീറ്റർ ഒക്കെ എത്രയാണ്, ഏരിയ എത്രയാണെന്ന് അറിയാമോ? 10⁻⁹ ആണ്. അതായത് അത്രയും ചെറിയ 9 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ അത്രയും ചെറിയ ആ ഒരു സെല്ലിനകത്ത് ഈ DNA ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? 2.2 മീറ്റർ നീളമുള്ള DNA ആണ് അത്രയും ചെറിയ സെല്ലിനകത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ DNA-നെ ആ സെല്ലിനകത്തേക്ക് അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് നമ്മൾ
ഇങ്ങനെ ചുരുക്കി വെക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ പാക്കേജിങ് ഓഫ് DNA-യും പ്രോക്യാരിയോട്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. പ്രോക്യാരിയോട്സ് ഈക്കോളൈ ബാക്ടീരിയനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈക്കോളൈയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് ഈക്കോളയിൽ കാണാനായിട്ട് പറ്റില്ല, പക്ഷേ ന്യൂക്ലിയോയിഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ DNA എന്ന് പറയുന്നത് അവിടെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കാണുക, സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാം DNA-യുടെ ചാർജ് എന്തുവാ? DNA-യുടെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജാണ് നമ്മുടെ DNA-ക്ക് ഉള്ളത്. ആൻഡ് പ്രോട്ടീൻസ് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടീൻസുമായിട്ടാണിത് ലൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ചാർജ് ന്യൂട്രലൈസ് ആയി പോയിക്കോളും. ആൻഡ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ അവിടെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആയിട്ടാണ് കാണുന്നത്. അതായത് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് പ്രോ ക്യാരിയോട്സിൽ ഉണ്ടാവുക മക്കളെ. പക്ഷേ യു ക്യാരിയോട്സിൽ എന്താണ്? ഹിസ്റ്റോൺ ആണ് അവിടുത്തെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ ആളാണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടമറിൽ എന്തുണ്ട്? ഒരു 8 ആ ഒരു സബ് യൂണിറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? 8 സബ് യൂണിറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഒക്ടമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടമറിനെ ചുറ്റിയാണ് നമുക്ക് DNA-നെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ DNA-നെ അതായത് നമ്മുടെ ഹിസ്റ്റോണിനെ ചുറ്റിക്കൊണ്ട് DNA കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് DNA. ഈ നടുക്കിരിക്കുന്ന ആശാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആരാണ്? നമ്മുടെ ഹിസ്റ്റോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മുടെ DNA-യും കൊണ്ടാണ് ക്രോമസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ DNA ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എന്തായിട്ട് മാറും? നമ്മുടെ ക്രോമസോമായിട്ട് കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് കുറച്ച് കണ്ടൻസ് ഉണ്ട്. അതായത് ഈ ഒക്ടമർസ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്കിവിടെ ഒരു വടി പോലെ ഒരാളെ കാണാനായിട്ട് പറ്റും. അതാണ് H1 ഹിസ്റ്റോൺ. ഹിസ്റ്റോണിൻ്റെ തന്നെ H1 എന്ന് പറയുന്ന ആളാണ്. ദെൻ H2A ഉണ്ട്, H2B ഉണ്ട്, H3, H4. ഈ 4 പേരുടെ 2 സെറ്റാണ് നമുക്ക് ഒക്ടമറായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് H2A 2 എണ്ണം, H2B 2 എണ്ണം, H3, H4 2 എണ്ണം. അപ്പോൾ എത്രയായി? 8 സബ് യൂണിറ്റ്സ് ആയി. ഇത്രയും ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ന്യൂക്ലിയോസോം ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൊമാറ്റിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്കിങ്ങനെ DNA-നെ നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഒക്ടോമേഴ്സ് ഇങ്ങനെ മാല കോർത്ത് വെച്ച പോലെ, അതായത് ഒരെണ്ണത്തിനെ ചുറ്റി അടുത്തതിനെ ചുറ്റി നമ്മളിങ്ങനെ മാല കോർത്ത് വെച്ച പോലെയാണ് കാണാനായിട്ട് പറ്റുക. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റെയിൻ ചെയ്ത കളേർഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ക്രൊമാറ്റിൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അത് ബീഡ്സ് ഓൺ എ സ്ട്രിങ്, അതായത് ഒരു മാലയിൽ മുത്ത് കോർത്ത പോലെയാണ് അതിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചർ ഈ ഒരു കാണിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. നമുക്കറിയാം DNA-ൻ്റെ കണ്ടൻസേഷൻ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രക്ചർ ഇങ്ങനെ കണ്ടൻസ് ചെയ്തു, വീണ്ടും അതിനെ കോയിൽ ചെയ്തു, നോക്ക് ഓരോ ന്യൂക്ലിയോസോമിനെയും കോയിൽ ചെയ്തു, വീണ്ടും അത് ക്രൊമാറ്റിനായി മാറി, വീണ്ടും അതിനെ കോയിൽ ചെയ്താണ് നമ്മുടെ ക്രോമസോമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടൻസ് ചെയ്താണ് ഇത്രയും ചെറിയ ഒരു സെല്ലിനകത്ത് ഇത്രയും നീളമുള്ള DNA കയറി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്രൊമാറ്റിൻ കണ്ടില്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ ഈ ആ കണ്ടൻസ് ചെയ്ത സ്റ്റേറ്റിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ക്രൊമാറ്റിൻ ഉണ്ട്. 2 ടൈപ്പ് ക്രൊമാറ്റിനിൽ ഫസ്റ്റ് വൺ യു ക്രൊമാറ്റിൻ ആണ്, സെക്കൻഡ് വൺ ഈസ് ഹെട്രോക്രൊമാറ്റിൻ ആണ്. അപ്പോൾ യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിനെയാണ് നമ്മൾ യു ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ലൈറ്റായിട്ടാണ് അതിന് സ്റ്റെയിൻ കിട്ടുള്ളൂ. ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ എന്താണെന്ന് വെച്ചാൽ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ആണ്. അപ്പോൾ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ആണ്, ഡാർക്കർ സ്റ്റെയിനിങ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ആണ്. ആൻഡ് ഇവിടെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ആണ് നമ്മുടെ യു ക്രൊമാറ്റിൻ. അതിനകത്താണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. കാരണം എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ DNA-നെ അൺവൈൻഡ് ചെയ്യണം. അതായത് DNA-നെ അഴിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൂസായിട്ടുള്ള സാധനം നമ്മളിപ്പോൾ ഹെഡ്സെറ്റൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ കോയിൽ ചെയ്തിരുന്നാൽ അത് നമ്മൾ ലൂസാണെങ്കിൽ നമുക്ക് അഴിക്കാം. ഇത് വളരെ ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ കടും കെട്ടൊക്കെ കെട്ടി അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെട്രോക്രൊമാറ്റിനിൽ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യു ക്രൊമാറ്റിനും ഹെട്രോക്രൊമാറ്റിനും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. യു ക്രൊമാറ്റിനിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിലോട്ട് നമുക്ക് പോവാണ്. അതായത് നമ്മുടെ DNA ആണ് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഒരു ഓർഗാനിസത്തിൽ നിന്നും
മറ്റൊരു ഓർഗാനിസമിലേക്ക് മാറുന്ന ഹെറിഡിറ്ററി മെറ്റീരിയൽ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് ഈ പറയുന്നത്, നമ്മുടെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രിഫിത്ത് 2 സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, ഒന്ന് എസ് സ്ട്രെയിനും ഒന്ന് ആർ സ്ട്രെയിനും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് കോളനീസ്, ക്യാപ്സ്യൂൾ ഉള്ള സ്മൂത്ത് കോളനീസ്, ആൻഡ് ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ഇല്ലാത്ത റഫ് കോളനീസിനെയാണ് എടുത്തിട്ടുള്ളത്. എന്തിൻ്റെ കോളനിയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ബാക്ടീരിയനെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 ടൈപ്പ് ഓഫ് കോളനീസ് ആണ് എസും ആറും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എസ് സ്ട്രെയിൻ എടുത്തു, ആർ സ്ട്രെയിനും എടുത്തു. ഇനി എസ് സ്ട്രെയിൻ എന്ത് ചെയ്തു? ലൈവായിട്ടുള്ള, നമുക്ക് ആ പിക്ചറിലോട്ട് പോകാം അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ലൈവായിട്ടുള്ള എസ് സ്ട്രെയിനെ മൈസിലോട്ട് ഇഞ്ചക്ട് ചെയ്തു. അപ്പം മൈസ് ജീവിച്ചു. മൈസ് ഇങ്ങനെ ലൈവായിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ കൊടുത്തപ്പോൾ മൈസിന് യാതൊന്നും പറ്റിയില്ല. മൈസ് അവിടെ കൂടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എസ് സ്ട്രെയിനെ കൊടുത്തു നോക്കാം. ലൈവ് ആർ സ്ട്രെയിനാണ് കൊടുത്തത് ഫസ്റ്റ്, ദെൻ ലൈവായിട്ടുള്ള എസ് സ്ട്രെയിനെ കൊടുത്തു നോക്കാം എന്ന് വിചാരിച്ചത്. എസ് സ്ട്രെയിനെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മൈസ് ഡെഡായി. മൈസ് ഡെഡായപ്പോൾ അമ്പടാ, അപ്പം നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിനെ കൊടുത്തു നോക്കാം. അതായത് കില്ല് ചെയ്ത എസ് സ്ട്രെയിനെ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് കില്ല് ചെയ്ത എസ് സ്ട്രെയിനെ കൊടുത്തപ്പോൾ എന്താ ചെയ്തത്? മൈസ് ജീവിച്ചു. മൈസിന് കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ കൊടുത്താൽ മൈസ് ജീവിക്കും, അതുപോലെ തന്നെ ആർ സ്ട്രെയിൻ കൊടുത്താലും മൈസ് ജീവിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പുള്ളി വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇത് 2 കൊടുത്താൽ ജീവിക്കുമല്ലോ, അപ്പോൾ ഇത് 2 കൂടെ നമുക്ക് ഒരുമിച്ച് കൊടുത്ത് നോക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിനെയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനെയും കൂടെ കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മൈസ് അങ്ങ് ചത്തുപോയി. അപ്പോൾ ഇയാൾക്ക് അയ്യോ മൈസ് ഇത് 2 കൊടുത്തപ്പോൾ സെപ്പറേറ്റ് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോൾ എങ്ങനെയാണ് മൈസ് ഇങ്ങനെ ചത്തുപോയതെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ജനറ്റിക് മെറ്റീരിയലിലോട്ട് എത്തുന്നത്. അതായത് ഇവിടെ നിന്നും എന്തോ ഒരു മെറ്റീരിയൽ വേറൊരു ആർ സ്ട്രെയിനിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അവിടെ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിനിൽ നിന്നും എന്തോ ഒരു സാധനം, എന്തോ ഒരു പെർട്ടിക്കുലർ സംഭവം അങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മൈസ് ഡെഡ് ആയത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് ഈ ട്രാൻസ്ഫോമിങ് ആയിട്ടുള്ള ആ ഒരു ബയോകെമിക്കൽ നേച്ചർ ആർക്കാണ്? ബയോകെമിക്കൽ നേച്ചറുള്ള അല്ലെങ്കിൽ ഈ ഒരു അങ്ങോട്ടും നമ്മുടെ അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യാൻ കഴിയുന്നവരെ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വിളിച്ചു. അന്നും പക്ഷേ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ ആൽഫ്രഡ് ഹെർഷിൻ്റെയും മാർത്ത ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ്. അപ്പോൾ ആൽഫ്രഡ് ഹെർഷിയും മാർത്ത ചേസും ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സ്പെരിമെൻറ്റ് നോക്കാനില്ലെങ്കിലും അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇൻഫെക്ഷൻ, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 ബാക്ടീരിയോഫേജുകളെ സെലക്ട് ചെയ്തു. 2 ബാക്ടീരിയോഫേജുകളെ സെലക്ട് ചെയ്തിട്ട് ഒരു ബാക്ടീരിയോഫേജിൻ്റെ നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്യാപ്സ്യൂളിനകത്ത് എന്ത് കൊടുത്തു? റേഡിയോ ലേബലിംഗ് കൊടുത്തു. എന്ത് റേഡിയോ ലേബലിംഗാണ് കൊടുത്തത്? S35 എന്ന് പറയുന്ന റേഡിയോ ലേബലിംഗ് ആണ് കൊടുത്തത്. സൾഫർ 35 എന്ന് പറയുന്ന റേഡിയോ ലേബലിംഗ് എവിടെയാണ് കൊടുത്തത്? പ്രോട്ടീൻ കോട്ടിൽ കൊടുത്തു. ആൻഡ് അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു നമ്മുടെ അകത്തുള്ള DNA, ആ ജനറ്റിക് മെറ്റീരിയലിലാണ് ലേബലിംഗ് കൊടുത്തത്. ആ ലേബലിംഗ് ചെയ്യാൻ യൂസ് ചെയ്ത റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫറസ് 32 P32 ആണ്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇതിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. അടുത്തൊരു ബാക്ടീരിയയിലോട്ട് ബാക്ടീരിയയിലേക്കുള്ള വൈറസിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റിംഗ് ആണ്. അപ്പോൾ ഇൻഫെക്റ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിനെ ബ്ലെൻഡ് ചെയ്യാണ്. ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ എന്ത് ചെയ്യണം? കൂടിക്കലരണം അല്ലേ? അതായത് ബ്ലെൻഡ് ആവണം. അതിനുശേഷം അതിനൊരു സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തു. അങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തപ്പോൾ ഇവിടെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മുടെ ഫസ്റ്റ് റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ചെയ്ത ക്യാപ്സ്യൂൾ, അതായത് നമ്മുടെ
DNA റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ചെയ്യാത്തയിടത്ത് എന്ത് കിട്ടി? നോ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ഇൻ സെൽസിൻ്റെ അകത്ത് റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് കണ്ടില്ല. കാരണം എന്താണ്? അവിടെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ DNA ആ സെൽസിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? DNA റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് കണ്ടു, DNA കണ്ടു. അപ്പോൾ അങ്ങനെ മനസ്സിലായി DNA ആണ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു നമ്മുടെ ഹെർഷിൻ്റെയും ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 എക്സ്പെരിമെൻറ്റുകൾ ഇത് രണ്ടുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ DNA വേഴ്സസ് RNA, DNA RNA തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്ന ഡിയോക്സി റൈബോസ് ആണ്. ഇവിടെ എന്താണ്? RNA റൈബോ ഷുഗർ ആണ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. ആൻഡ് നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? അഡിനിൻ, ഗുവാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ ആണ് നമുക്ക് DNA കാണാൻ പറ്റുക. പക്ഷേ RNA ആരാണ്? തൈമിന് പകരം യുറാസിലാണ് അവിടെ ഉണ്ടാവുക. അതായത് അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിലാണ് നമുക്ക് RNA കാണുക. ആൻഡ് DNA എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായിട്ടാണ് കാണുക. പക്ഷേ RNA മെയിൻലി എന്താണ്? കൂടുതലും സിംഗിൾ ഹെലിക്സ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ ഇൻ മെജോറിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ആൻഡ് ഇറ്റ് ഈസ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് സം വൈറസസ്. ചില വൈറസിൽ മാത്രം നമുക്ക് RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് DNA വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെമിക്കലി ലെസ് ആക്റ്റീവ് ആൻഡ് സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് DNA ഒരു വിധത്തിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് റിയാക്റ്റീവ് അല്ലാതെയും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് DNA നമ്മൾ ജനറ്റിക് മെറ്റീരിയലായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ വെച്ചിരിക്കുന്നതല്ല, അത് എങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. ആൻഡ് കെമിക്കലി മോർ റിയാക്റ്റീവും സ്ട്രക്ചറലി ലെസ് സ്റ്റേബിളുമാണ് നമ്മുടെ RNA. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ RNA വൈറസ് പെട്ടെന്ന് മ്യൂട്ടേറ്റഡ് ആവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് RNA വൈറസ് എന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ദെൻ മെസ്സഞ്ചർ RNA എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് സിന്തസൈസ് ചെയ്യുന്നതാണ്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ കഴിയുമ്പോൾ അല്ലേ കിട്ടുന്നതാണ് നമ്മുടെ മെസ്സഞ്ചർ RNA എന്ന് പറയുന്ന ആൾ. ദെൻ ട്രാൻസ്ഫർ RNA, tRNA മോളിക്യൂൾ അല്ലേ. tRNA നമ്മൾ ട്രാൻസ്ലേഷനിൽ കാണുന്നതാണ് tRNA എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് ടൈപ്പ് RNAകൾ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ആ 2 RNAകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് അടുത്തതായിട്ട് നമ്മുടെ റെപ്ലിക്കേഷൻ ഓഫ് DNA, അതായത് നമ്മുടെ മേജർ സ്റ്റെപ്സിലോട്ട് നമ്മൾ വരികയാണ്. എന്തൊക്കെയാണ്? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മേജർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിസ് ക്രിക്കു ആണ്. ആ ഒരു സെമി കൺസർവേറ്റീവ് മെത്തേഡിലൂടെ ഇത് കണ്ടുപിടിച്ചത്. അതായത് ഇങ്ങനെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സെമി കൺസർവേറ്റീവ് മെത്തേഡിലൂടെയാണെന്നാണ് അവർ കണ്ടുപിടിച്ചത്. ആൻഡ് എന്താണ് ഈ സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ഒരു സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 2 സ്ട്രാൻഡും ഇങ്ങനെ ഹെലിക്കലി കോയിലായിട്ട് അങ്ങനെ പരസ്പരം ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന 2 സ്ട്രാൻഡ്സ് ആണ്. ആൻഡ് ഈ 2 സ്ട്രാൻഡ്സിനെ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് നിവർത്തും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിവർത്തിയതിന് ശേഷം അങ്ങനെ ഓരോ സ്ട്രാൻഡിനും എന്ത് ചെയ്യും? കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് മെത്തേഡ്. അതായത് പകുതി അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്, ബാക്കി പകുതി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് പാരൻ്റ് DNAയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോട്ടർ DNA ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹാഫ് എന്താണ്? പാരൻ്റ് ആണ്, ഹാഫ് ഡോട്ടർ ആണ്. അപ്പം ആ ഒരു പഴയ DNA തന്നെ വെച്ചുകൊണ്ട് പുതിയ DNA ഉണ്ടാക്കുന്നു. ആൻഡ് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് നമ്മുടെ മീസൽസൺ ആൻഡ് സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു പിക്ചർ നോട്ട് ചെയ്താൽ മതി. നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് N15 അല്ലേ, ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ വെച്ചിട്ടുള്ള ആ ഒരു റേഡിയോ ലേബലിംഗ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് മെത്തേഡാണെന്ന്
അതിൻ്റെ പ്രൂഫ് കൊടുത്തത്. ആൻഡ് മെക്കാനിസം ഓഫ് DNA റെപ്ലിക്കേഷൻ വരുമ്പം DNA മെക്കാനിസം ഓഫ് റെപ്ലിക്കേഷനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് അല്ലേ. എൻസൈംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് റെപ്ലിക്കേഷൻ എൻസൈം എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ DNA പോളിമറൈസ് ആണ്. അപ്പോൾ ഇവിടെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് കേട്ടോ. ആൻഡ് അടുത്തൊരു എൻസൈം എന്ന് പറയുന്നത് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഞാൻ പറഞ്ഞു DNA എന്ത് ചെയ്യണം, അഴിച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അഴിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. അടുത്തതായിട്ടുള്ള എൻസൈമാണ് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം, നമുക്ക് ലൈഗേസ് എന്നും പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു സ്റ്റാൻഡിൽ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ലാഗിങ് സ്റ്റാൻഡിൽ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് കിട്ടുന്നത്. അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 3 എൻസൈംസ് ആണ് നമുക്ക് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം ഈ പകുതി അഴിച്ചു വെച്ചിരിക്കുന്നതിനെ അവിടെ തന്നെ സ്റ്റക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈറ്റനിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്നത്. അത് ഒരു ഭാഗം അഴിക്കുമ്പോൾ മറ്റേ ഭാഗം ടൈറ്റ് ആവില്ലേ, ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്കും വേറെ പ്രധാനമാണ് മക്കളെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു ഫോർക്ക് പോലെ തോന്നുന്നില്ലേ, അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 5' to 3' to 5' കാണാം. 5' to 3' ഇങ്ങനെ 2 സ്ട്രാൻഡ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഫസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പാരന്റ് സ്ട്രാൻഡുകൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാര്യം മക്കളുടെ മനസ്സിലിരിക്കേണ്ടത് എന്താണ്, എപ്പോഴും സിന്തസിസ് നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? 5' to 3' ഡയറക്ഷനിൽ മാത്രമാണ് സിന്തസിസ് നടക്കുക. അതായത് പുതിയതായിട്ട് ഉണ്ടാകുന്ന ആൾ എപ്പോഴും എന്തിലായിരിക്കും? 5' to 3' ആയിരിക്കും. അപ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആരാ? 3' to 5' ആണ്. അപ്പോൾ ഈ 3' to 5' സിന്തസിസ്, കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത്. മനസ്സിലായോ? അതായത് 5' to 3' അല്ലേ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും കോംപ്ലിമെൻ്ററിയിൽ നിന്നാണ് ഉണ്ടാവുക. ഒരിക്കലും നമുക്കൊരു ആൻറ്റി പാരലൽ ഡയറക്ഷനാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ് 5' to 3' ആ ഒരു സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡ് എന്ന് പറയുന്നത്, ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ പാരന്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ആണ്. അപ്പോൾ 3' to 5' നമ്മൾ സുഖമായിട്ട് എന്ത് സംഭവിച്ചു? ഇത് 3' to 5' ആണെങ്കിൽ 3' to 5' 3' to 5' ഓക്കെ. 3' to 5' നമുക്ക് സുഖമായിട്ട് ആരെ ഉണ്ടാക്കാൻ പറ്റി? 5' to 3' ഉണ്ടാക്കാനായിട്ട് പറ്റി. ഓക്കെ അല്ലേ? 5' to 3' ഉണ്ടാക്കാനായിട്ട് പറ്റി. ആൻഡ് ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതെന്താണ്? 5' to 3' ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? 3' to 5' ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ 3' to 5' ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ 5' to 3' 5' to 3' 5' to 3' അങ്ങനെയാണ് അതിൻ്റെ ഒരു പോകുന്നത്. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു സിന്തസിസ് അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെന്താണ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ് എന്ന് നമ്മൾ വിളിക്കും. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് സിന്തസിസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് സ്ട്രാൻഡുകളാണ് കിട്ടുന്നത്. ആൻഡ് ഈ സ്ട്രാൻഡിൽ നോക്കുകയാണെങ്കിൽ ലാഗിങ് സ്ട്രാൻഡിൽ കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ആ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം കൂടെ ഒട്ടിച്ച് ചേർത്തിട്ടാണ് എന്തായിട്ട് മാറാം? നോർമലി ഒരു DNA ആയിട്ട് സ്ട്രാൻഡായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു DNA സിന്തസിസ് നടക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനിഷ്യേഷൻ ആണല്ലേ. ഇനിഷ്യേഷനിൽ വരുന്നതാണ് നമ്മുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഒറായി എന്ന് പറയുന്നത്. അപ്പം ആ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു റീകോംബിനന്റ് DNA ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഒറിജിൻ വേണം. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നും എന്ത് തുടങ്ങും?
ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നും എന്ത് തുടങ്ങും? നമ്മുടെ അൺവൈൻഡിങ് തുടങ്ങും. കാരണം എന്താണ്? DNA അഴിച്ചാൽ മാത്രമാണ് നമുക്ക് സിന്തസിസ് നടക്കുള്ളൂ അല്ലേ? അപ്പോൾ അൺവൈൻഡിങ് ഓഫ് ഡബിൾ ഹെലിക്കലാണ്, ഹെലിക്കൽ സ്ട്രക്ചറാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അങ്ങനെ ആ ഒരു അഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടും? ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറായിട്ടാണ് കിട്ടുക. അതായത് ഇങ്ങനെ ഇരിക്കുന്ന DNA ഇങ്ങനെ ഇരിക്കുന്ന DNA. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ അഴിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് നമ്മൾ അഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അഴിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെയല്ലേ സിന്തസിസ് നടക്കുന്നത്. ഇതിനെ നമ്മൾ നേരെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ കാണുന്ന പോലത്തെ ഈ സ്ട്രക്ചറിലേക്ക് വരുന്നത്. അതായത് ഒരു ഫോർക്കിൻ്റെ സ്ട്രക്ചറിലോട്ട് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന DNA ആണ് നമ്മൾ നേരെ പകുതിയിൽ നിന്ന് വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ മക്കളൊന്ന് ചെരിഞ്ഞ് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഹെലിക്കേസ് എൻസൈം വെച്ചിട്ടാണ് ഈ അൺവൈൻഡിങ് ചെയ്യുന്നത്. ഈ അൺവൈൻഡ് ചെയ്തോടത്താണ് എന്ത് സംഭവിക്കുന്നത്? റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺവൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ്സ്, അവിടെ പുതിയ സ്ട്രാൻഡ്സിൻ്റെ സിന്തസിസ് നടക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ 5' to 3' ഡയറക്ഷനിലാണ് എപ്പോഴും പുതിയ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് എടുക്കുന്ന സ്ട്രാൻഡ് ഏതായിരിക്കും? 3' to 5' സ്ട്രാൻഡ് ആയിരിക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ എപ്പോഴും എന്ത് നടക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സിന്തസിസ് ആണ് നടക്കുന്നത്. ഈ ഡയറക്ഷനിൽ നേരെ തിരിച്ചുള്ള ഡയറക്ഷനിലാണ് അവിടെ വരിക. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ആണ് അവിടെ കിട്ടുന്നത്, ലീഡിങ് സ്ട്രാൻഡ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡിങ് സ്ട്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയേണ്ടത്? ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ 5' to 3' അത് ഉണ്ടാക്കുന്നതെങ്കിൽ ആ 3' to 5' ആണ് അവിടുത്തെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചെറിയ ചെറിയ പീസസ് കിട്ടുന്ന 5' to 3' ഡയറക്ഷനിൽ വന്നിട്ടുള്ള ആ ഒരു സ്ട്രാൻഡാണ് ലാഗിങ് സ്ട്രാൻഡ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാറിപ്പോകരുത് കേട്ടോ. ആൻഡ് ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ് ഫേസിലാണ് നടക്കുന്നത് അല്ലേ? നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനൊക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത്. ആ എസ് ഫേസിലാണ് നമുക്ക് ഈ ഒരു റെപ്ലിക്കേഷൻ നടക്കുന്നത്. ആൻഡ് സെൽ ഡിവിഷനിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക് ലീഡ് ചെയ്യും? അത് പോളിപ്ലോയിഡിയിലേക്ക് ലീഡ് ചെയ്യും. അതായത് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ DNA ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോളിപ്ലോയിഡി എന്ന് പറയുന്ന കണ്ടീഷനിലോട്ടാണ് പോകുന്നത്. അതായത് പ്ലോയിഡി ലെവൽ ചിലപ്പം 3 നമ്മുടെ 2N 3N 4N എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പ്ലോയിഡി കൂടാനായിട്ട് ചാൻസ് ചെയ്യും. അതൊരു ക്രോമസോമൽ അനോമലിയിലേക്ക് വഴിതിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പോകുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു പുതിയ DNA-യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ RNA ഉണ്ടാക്കുകയാണ്, mRNA ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ, നമ്മുടെ DNA-യുടെ റെപ്ലിക്കേഷൻ വരെ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.